ഇതാ നമുക്ക് അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. നിയന്ത്രണം നഷ്ടപ്പെട്ടത് താഴേക്ക് വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 15 പേരാണ് അവിടെ റൈഡിലുണ്ടായിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതാ ഇങ്ങനെ ഇത്ര വേഗത്തിൽ അത് കറങ്ങുന്നതിനിടയിലാണ് തകർന്നു വീഴുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ പ്രായമുള്ളവരും ഉണ്ടെന്ന് തോന്നുന്നു, കുട്ടികളുണ്ട്. അതാ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് താഴെയുള്ളവർ. പക്ഷേ അത്ര വേഗത്തിൽ കറങ്ങുന്നതിനിടയിലാണ് അത് പൊട്ടി വീഴുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. അപകടത്തിന് തൊട്ട് മുൻപത്തെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. വളരെ വേഗത്തിൽ അത് കറങ്ങുന്ന അത് ചെരിഞ്ഞു പോകുന്നുണ്ട്. അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് താഴേക്ക് പതിക്കുകയായിരുന്നു. പലരുടെയും കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളുടെ തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ എന്നതാണ്. റൈഡ് പൊട്ടി വീണ നിലയിൽ തന്നെയാണ്. നമുക്ക് ഇത് നിസ്സാരമല്ല. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് വളരെ വേഗത്തിൽ കറങ്ങുന്നതിനിടയിലാണ് അത് പൊട്ടി വീണത്. അവിടെ അത് നിയന്ത്രണം വിട്ട് അത് ചെരിയുന്ന സമയത്ത് അത് തട്ടുന്നുണ്ട്, ആ സൈഡിലുള്ള ഭിത്തിയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ആളുകൾക്ക് ഇത് അപകടത്തിലേക്ക് പോകുന്നെന്ന് മനസ്സിലായി അലറി കരയുന്നുണ്ട്. അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ആളുകൾ. ഹഷിന, അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് ഒരു ഭാഗത്തേക്ക് തകർന്നു വീണത് എങ്ങനെയാണെന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ. ഇതാ ദൃശ്യങ്ങൾ നോക്കാം. നമ്മളെ പൊക്കിയാണ് ഇപ്പൊ എടുത്തത്. നമ്മളെ പൊക്കിയാണ് ഇപ്പൊ എടുത്തത്. നമ്മളെ പൊക്കിയാണ് ഇപ്പൊ എടുത്തത്. അതാണ് അവർ പറയുന്ന പോലെ തന്നെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാം. നമുക്ക് അത്ര വേഗത്തിൽ കറങ്ങുന്നതിനിടയിലാണ് പൊട്ടി വീഴുന്നത് ആ റൈഡ്. പ്രവർത്തനം കണ്ടാൽ തന്നെ അത് ഞെട്ടിക്കുന്നതാണ്. വലിയ സുരക്ഷയൊന്നുമില്ല, ഒരൊറ്റ ബീമിലാണ് അത് നിൽക്കുന്നത്, ആ യന്ത്രം നിൽക്കുന്നത് തന്നെ. അതിങ്ങനെ ചെരിഞ്ഞു പോകുമ്പോൾ വീഴാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലർ കാലു കുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്ര വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ട് അത് സാധിക്കുന്നില്ല. പുറത്തു നിൽക്കുന്ന ചിലർ അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഉയരത്തിൽ നിന്ന് അല്ലെങ്കിൽ പോലും ഈ വേഗത്തിൽ പോകുന്നതിനിടയിലാണ് താഴെ വീണത് എന്നതാണ് ഇപ്പോൾ പലരുടെയും കാലൊടിയുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചതല്ലേ ആഷിൻ ഡിയാഗോ?
വിനിത, തീർച്ചയായും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ റൈഡുകൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ എയറിൽ വരുന്ന തരത്തിലുള്ള റൈഡുകളാണെങ്കിൽ അത് തറനിരപ്പിലായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത്ര പൊക്കത്തിൽ ആവാൻ പാടില്ല എന്നൊരു മാനദണ്ഡമുണ്ട്. മാത്രമല്ല അതിനു ചുറ്റും ഇത്ര ചതുരശ്ര സ്ഥലം വേണം എന്നുള്ളതാണ് ആളുകൾക്ക് നിൽക്കുന്നതിന്. മാത്രമല്ല ഇത് വീണ് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് വന്ന് വീഴാനും അതിനുശേഷവും കുറച്ച് വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതിനുമുള്ള സ്ഥലം വേണം എന്നുള്ളതാണ് ഈ മാനദണ്ഡത്തിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഒരു ആംബുലൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് അതിന്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഈ വാട്ടർ തീം പാർക്കുകൾ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി ഈ സർട്ടിഫിക്കറ്റുകൾ, ക്ലിയറൻസുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇത്തരത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിലുള്ള മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ റൈഡുകളുടെ സേഫ്റ്റി അത് മനസ്സിലാക്കിയ ശേഷം, ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ്. മാത്രമല്ല ഇനിയും പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ് വേണം, PWD സർട്ടിഫിക്കറ്റ് വേണം, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണം, ഭക്ഷ്യസുരക്ഷയുടെ ലൈസൻസ് ഉറപ്പാക്കണം, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് അടക്കം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്രയും മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു വാട്ടർ തീം പാർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് തന്നെ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് അടക്കം ഈ ഹാപ്പി ലാൻഡിന് ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് പരിശോധിക്കും എന്നുള്ളതാണ് പോലീസും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അധികൃതരുമായി പോലീസ് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ കാര്യമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇവർക്ക് എന്തായാലും ഈ പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഒരു റൈഡ് ഒരു കാരണവശാലും ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ റൈഡ് നമുക്ക് കാണാൻ കഴിയും വന്ന് വീണ് അത് മറ്റൊരു സ്വിമ്മിംഗ് പൂളിന്റെ സമീപത്തെ സ്ഥലത്തേക്ക് കൂടി അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ വരാൻ പാടില്ല. പകരം ഇത് വീണ് കഴിഞ്ഞാൽ പോലും ഇതിന്റെ ഒരു ഹൈറ്റും കൂടുതൽ ഒരു വാഹനത്തിന് വന്ന് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും ഇവിടെ ആവശ്യമായി വേണ്ടി വരും. പക്ഷേ അത് രണ്ടും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ തന്നെ PWD കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങളാണ്. ഈ അപകടം നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയും, അതിനുള്ള വാഹന സൗകര്യങ്ങൾ അത് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക. നിലവിൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവിടെ ആംബുലൻസ് പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അവർക്കുണ്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. FSSCIയുടെ സർട്ടിഫിക്കറ്റ് വേണം, അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് കൂടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അത് വേണ്ടതുണ്ട്. അങ്ങനെ പൊല്യൂഷൻ കൺട്രോളിന്റെ പെർമിഷൻ വേണം. അങ്ങനെ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ കടമ്പകൾ കടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പാർക്ക് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് ഇത് ചോദ്യചിഹ്നമാവുന്നത് ഒരു കുടുംബത്തിലെ 5 പേർക്ക് ഇവിടെ അപകടം നടന്ന് അവർക്ക് പരിക്കേറ്റ ആശുപത്രിയിലായ ശേഷമാണ് ഇത് വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. വർഷങ്ങളായി ഈ ഹാപ്പി ലാൻഡ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. പല ഘട്ടങ്ങളിലായി ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും റീസെന്റായി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ ഒരു കുട്ടി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് ഒരു അപകടം ഉണ്ടായി. അങ്ങനെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന അല്ലെങ്കിൽ തുടർച്ചയാകുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ എന്തുകൊണ്ട് ഒരു പരിശോധന നേരത്തെ നടന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇവർ പറയുന്നത് ഈ പരാതികളായി ആരും മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് പരിശോധനകൾ നടക്കാത്തത് എന്നുള്ളതാണ്. പലരും ഇവിടെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 2 ദിവസത്തിനോ വേണ്ടിയിട്ടൊക്കെ വന്നു പോകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പരാതിയുമായി പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ നോക്കൂ, ആ കാണുന്ന ബീം അത് പൂർണ്ണമായി തന്നെ അതിന്റെ നട്ടിരിക്കേണ്ട ഭാഗത്തു നിന്ന് പൊട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പലയിടങ്ങളിലും ഈ യന്ത്രം തുരുമ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് മുകളിലുള്ള ആ ബീമിൽ നമുക്ക് കൃത്യമായി തന്നെ അതിന്റെ തുരുമ്പ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിനിത ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഈ അപകടത്തിന് തൊട്ടു മുമ്പ് ഈ റൈഡിൽ നിന്ന് നിറയെ മഴവെള്ളം തെറിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതടക്കം നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഈ മഴവെള്ളം അടക്കമുള്ള സാധനങ്ങൾ അകത്തേക്ക് കയറി ദുർബിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും മഴവെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനം അടക്കം ഒരുക്കേണ്ടതുണ്ട്. അതുപോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും തുരുമ്പിച്ചിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും നിലംപൊത്താവുന്ന ഒരു റൈഡായിരുന്നു. ഒരു സുരക്ഷയും പാലിക്കാതെയുള്ള ഒരു റൈഡ് എന്ന് പറയണം. അക്ഷരാർത്ഥത്തിൽ 800 രൂപയൊക്കെ വാങ്ങി പ്രവേശന ഫീസ് വാങ്ങിക്കൊണ്ട് ആളുകളുടെ ജീവൻ വെച്ച് പന്താടുകയായിരുന്നു ഇത്രയും കാലം ഹാപ്പി ലാൻഡ് അധികൃതർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ആഷിൻ,
വിനിത, തീർച്ചയായും. അത് മാത്രമല്ല, അവർ ഇത് ഒരു ബിസിനസ്സായി മാത്രം കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അപകടം നടന്ന ശേഷം പോലും തൊട്ടടുത്ത് തന്നെയുള്ള ഈ സ്വിമ്മിംഗ് പൂൾ ഭാഗത്തെ DJ പാർട്ടി അവർ അത് തടയാതെ അത് തുടർന്നു എന്നുള്ളത്. മാത്രമല്ല, ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം സാധാരണഗതിയിൽ തന്നെ നടക്കണം. ഈ ഒരു ഭാഗത്തല്ലേ അപകടമുള്ളൂ, അവിടെ മാത്രം ഒഴികെ ബാക്കി എല്ലാവർക്കും മറ്റിടങ്ങളിലേക്ക് പോകാം എന്നൊരു നിർദ്ദേശമാണ് അവർ നൽകിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ എന്തുമാത്രം ഒരു സുരക്ഷ അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇവിടേക്ക് വരുന്ന ആളുകളുടെ കാര്യത്തിന്റെ സുരക്ഷയിൽ അവർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് ആ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. പിന്നീട് ഇവിടെ നാട്ടുകാരൊക്കെ വന്ന് ബഹളം വെച്ച് പ്രശ്നമുണ്ടാക്കി പോലീസിനോട് ആവശ്യപ്പെട്ട ശേഷം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പാർക്കിൽ നിന്നും മറ്റാളുകളെ ദൃശ്യങ്ങൾ കാണാം. ആ കുട്ടി ആ ഭിത്തിയിൽ ഇടിച്ച് ആ സീറ്റിലുള്ള കുട്ടി ഭിത്തിയിലിടിക്കുന്നത് കാണാം. ഇത് ആ ദൃശ്യങ്ങളാണ്, അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇത് ചെരിഞ്ഞ് അത് താഴേക്ക് പതിക്കുന്ന നിലയിലായ സമയത്ത് ആളുകൾ അത് ചവിട്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി ആ ഭിത്തിയിൽ തട്ടി തെറിക്കുന്നുണ്ട്. മുതിർന്നവർ അത് താഴെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വളരെ പാനിക്കായി ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസവും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന്റെ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രം പ്രവർത്തിപ്പിക്കേണ്ടതാണ്. എല്ലാ വർഷവും ഇതിന്റെ ഫിറ്റ്നസ് നൽകുന്ന അധികൃതർ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ സുരക്ഷയുടെ കാര്യം. അശ്വിൻ കാണിച്ചു തന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. തുരുമ്പ് പിടിച്ചിരിക്കുന്നു പല സീറ്റുകളും. അതിന്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകിയ നിലയിൽ കൂടിയാണ് കാണുന്നത്. ഇത്ര വലിയ അപകടമാണ് ഉണ്ടായത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയണം. 5 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നറിയുന്നു. ഒരാളുടെ തലയ്ക്ക് പിറകിൽ പരിക്കുണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അതിന്റെ അപ്ഡേറ്റുകൾ കൂടി എടുക്കണം.